ഇപ്പൊ നമ്മൾ ലാഭം നോക്കുന്നില്ല, നമ്മൾ മാക്സിമം സെല് ചെയ്യാനാണ് നോക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഓഫർ ഇട്ടങ്ങ് വിൽക്കാൻ തുടങ്ങും അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലവറിനൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി പറഞ്ഞാൽ മതി കേട്ടോ, നമ്മൾ ഹാമ്പർ പോലെ സെറ്റ് ചെയ്ത് തരാം. 6 പാർസൽ അയക്കാൻ പോയി ഞങ്ങൾ ക്ഷീണിച്ചു, അപ്പൊ അതുകൊണ്ട് ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകുന്ന വിചാരിച്ചു. ലാഭം കിട്ടിയത് ഇവിടെ തീരും. ഇത് കാണുന്നവർ ലാഭം ഉണ്ടാക്കും. ഇപ്പൊ നമുക്ക് നമ്മുടെ കുറച്ച് ഐറ്റംസ്, നമ്മുടെ പ്രൊഡക്ട്സ് കുറച്ച് നമുക്കൊന്ന് സോർട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പൊ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും പാർസൽ അയക്കാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മൾ സാധാരണ പോകുന്നത് നമ്മുടെ ടൗൺ സെന്ററിലാണ്. അവിടെ പോയി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പിന്നെ അവിടുത്തെ ആളൊരു ശരിയില്ല അല്ലേ? അതെ, പുള്ളിക്ക് നമ്മുടെ അടുത്ത് എന്തോ ഒരു പ്രശ്നമുള്ള പോലെയാണ്. പുള്ളിയുടെ വീട്ടിൽ നിന്ന് അയക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി നോക്കാം. ഇവിടെയാ നമുക്ക് അടുത്ത്. ആക്ച്വലി ഇവിടെ 4 മൈൽ ദൂരമേ ഉള്ളൂ, മറ്റിടത്തേക്ക് നമുക്ക് 6 മൈൽ ദൂരമുണ്ട്. അതെ, നമുക്ക് പാർസൽ അയക്കാം. വാ അമ്മിക്കുട്ടാ, നമ്മള് കുടുംബസമേതം പാഴ്സൽ അയക്കാൻ വന്നിരിക്കുക. നമ്മള് തിരിച്ച് അയാളുടെ അടുത്ത് തന്നെ പോകേണ്ടി വരും. ഇവിടെ 2 മണി വരെ ഉള്ളൂ കേട്ടോ. ക്ലോസ് ആയി ഓൾറെഡി. നമുക്ക് ഇനിയിപ്പോ അയാളുടെ അടുത്ത് തന്നെ പോയിട്ട് വരാം. യൂഷ്വലി 5:30 വരെ വീക്ക് ഡേയിലെ 5:30 വരെ എത്ര മണി വരെ നോക്കിയായിരുന്നു? അവിടെ ടൈം എഴുതി വെച്ചിരിക്കുന്ന 5:30 വരെ. എനിക്ക് അറിയില്ല, ഇനി ഇത് എടുക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന ടൈം ആയിരിക്കും. അങ്ങനെ വല്ല ആയിരിക്കും. അപ്പുറം പോവാല്ല ഇപ്പൊ എന്ത് ചെയ്യല്? അതെ, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വലിയ അയാൾക്കൊരു എന്തോ ഒരു ജാട പോലെ അല്ലേ? അതെ, വെറുതെ എന്തിനാണ് ആൾക്കാരുടെ ജാട കാണുന്നത്? ഇവിടെ വന്നതാണ്. അപ്പൊ എങ്ങനെയായി? അപ്പൊ ദൈവം വിചാരിച്ചു നിങ്ങളെ ജാട കണ്ടിട്ട് പോയാ മതി. അടുത്ത ഇനിയിപ്പോ 2 മണി വരെ ഉണ്ടല്ലോ, നമുക്ക് ഇനി ഒന്നേരം അതിന് മുന്നേ വരാം. വണ്ടി ഇന്ന് നമുക്ക് അയക്കാനുള്ളത് എത്ര പാർസലാ? 5 ഇന്നലെ ഞങ്ങൾ 4 അയച്ചായിരുന്നു കേട്ടോ. മുട്ടായി മേടിക്കാം. മമ്മി കയറി അപ്പുറത്തോടെ പോയിട്ട്. അങ്ങനെ നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഇവിടെ തൽക്കാലത്തേക്ക് ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് ഞാൻ പോവാണ്. ഇനിയിപ്പോ ഉള്ള എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഇത് ഒരെണ്ണം കാണാതിരിക്കും കേട്ടോ. ആൾക്കാർ ഓർഡർ ചെയ്യുവാണെങ്കിൽ നല്ല ഷോപ്പിങ്ങിന് പോകുമ്പോഴായിരുന്നു. അതല്ല, ആൾക്കാർ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എല്ലാ വീഡിയോയിലും കാണാം. അതെ അതെ, നമ്മളങ്ങനെ പാർസലൊക്കെ അയച്ചു കേട്ടോ. ഇനിയിപ്പോ നമ്മൾ TK Maxx പോവാണ്. നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറച്ച് വൃത്തിയാണല്ലോ. അതെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് നമുക്ക്. അതിന് വേണ്ടി കുറച്ച് പർച്ചേസിംഗും പിന്നെ അങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. TK Maxx ആകുമ്പോൾ വലിയ പൈസ ഇല്ല. യെസ്, മെയിൻ ആയിട്ട് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസിന് വേണ്ടി വന്നതാണ് അല്ലേ? നമ്മളെ ബിസിനസ് കുറച്ചുകൂടെ ഒന്ന് പുരോഗമിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ, അപ്പൊ അതിന്റെ ചില സാധനങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാം. നമ്മളിത് ഓരോരോ സാധനമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിട്ടേ. ഇത് ടിഷ്യൂ, ഇത് വേണോ? ടിഷ്യൂ ആവശ്യമുണ്ട്. ടിഷ്യൂ ആവശ്യമുണ്ട് ആക്ച്വലി. ആവശ്യമുണ്ടോ? നമ്മൾ ഓൾറെഡി മേടിച്ച ടിഷ്യൂ ഒക്കെ തീർന്നു. കാരണം ആദ്യം പാക്ക് ചെയ്യേണ്ട ആദ്യം പാക്ക് ചെയ്യേണ്ട എങ്ങനെയാന്ന് അറിയത്തില്ലാത്തോണ്ട് ചെയ്ത് പഠിക്കുവായിരുന്നല്ലോ നമ്മള്. ഇപ്പൊ നമ്മള് വിടുന്നത് വലിയ ബോക്സ് വെക്കുന്നില്ല, മാക്സിമം വിടുന്നില്ല. ബോക്സ് വിടാത്തോണ്ട് ഇനി കുറച്ചും കൂടി നന്നായിട്ട് കവർ ചെയ്യണം. അതെ, അപ്പൊ അതിന് വേണ്ടിട്ട് ടിഷ്യൂ എടുക്കാല്ലേ. ഇത് എനിക്ക് ഒരെണ്ണം താഴെ ആരോ വേണ്ടാന്ന് പറഞ്ഞിട്ടിരിക്കും. നല്ല രസമുണ്ട് അല്ലേ? ഇത് എത്ര എണ്ണം പൊതിയും? അത് 4 പാക്ക് അതിനകത്ത്. 4 പാക്കിന് 2 പൗണ്ട്. അപ്പൊ നമ്മൾ ഈ ചിലർ ഈ പ്രൊഡക്റ്റിന് പ്രൈസ് വെക്കുമ്പോഴേ നമ്മള് ചിലർ വെക്കുന്നതിന് എന്തിനാ ഇത്രയും റേറ്റ് വെക്കുന്നതെന്ന് നമ്മൾ ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മൾ എടുക്കുന്നുണ്ടോ. ഇപ്പൊ നമ്മൾ ലാഭം നോക്കുന്നില്ല, നമ്മൾ മാക്സിമം സെല് ചെയ്യാനാണ് നോക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഓഫർ ഇട്ടങ്ങ് വിൽക്കാൻ തുടങ്ങും അല്ലേ? നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ കഥകൾ നമുക്ക് അറിയത്തില്ല. ചില സ്ഥലത്തില്ല, ഞങ്ങൾ നോക്കിയപ്പോ 20 പൗണ്ട് 25 പൗണ്ടൊക്കെ ഉണ്ട് ഒരു വളയ്ക്ക്. നമ്മൾ അത്രയൊന്നും റേറ്റ് എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ മിതമായ രീതിയിലാണ് നോക്കാം. ഭാവിയിൽ എന്താവും അറിയില്ല, ഇതൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. അതെ, ഇപ്പൊ ആദ്യം മേടിക്കുന്നതിന് ഭാഗ്യവന്മാരാട്ടോ. വേഗം മേടിച്ചോ. നമുക്ക് ഇതിന്റെ 1-2 കളർ എടുക്കാട്ടോ. ഇതെങ്ങനെയുണ്ട് പിന്നെ? അത് കൊള്ളാം. ഇതിലും 4 ഷീറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് ദിവസം നല്ല നല്ല ഒരു ഇതുള്ള മതി. അതിന്റെ തന്നെ ഇത് ഒരെണ്ണം വേണമെങ്കിൽ ഇതായിരിക്കണം. സെയിം വേണോ? സെയിം. ഇതൊക്കെ നല്ലതാ, ഇതിനകത്തൊക്കെ ഇട്ട് അയക്കാൻ ഇങ്ങനെ കവർ ചെയ്യുമ്പോഴേ. ഇതിലൊക്കെ 8 ഷീറ്റ് ഉണ്ട്. അത്ര ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ആയിട്ടില്ല. ഇപ്പൊ ഇത് എത്ര 4 8 12 ആയി. അത്രയുള്ളൂ നമുക്ക് ഒരു മാസത്തിൽ വരുത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലവറിനൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ ഹാമ്പർ പോലെ സെറ്റ് ചെയ്ത് തരാം. ലവർ വേണമെന്നില്ല, ഗേൾഫ്രണ്ടിനും അമ്മയ്ക്ക് ഇപ്പൊ മദേഴ്സ് ഡേ ഒക്കെ വരുന്നുണ്ടല്ലോ. ഗേൾഫ്രണ്ടിനായിരിക്കും കൂടുതൽ ഹാമ്പർ കൊടുക്കുന്നത്. ഇത് നോക്കിച്ചാ ഒരു വെറൈറ്റി സാധനം, ബുക്ക് പോലെ ഇരിക്കുന്ന. ഇതിലെന്തെങ്കിലും വേണോ നമുക്ക്? വേണ്ട, ആരെങ്കിലും വേണമെങ്കിൽ പറയട്ടോ. ഹാമ്പർ സെറ്റ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യാം. അല്ല, ഇത് നോക്ക, ബുക്ക് പോലെ ഇരിക്കുന്ന ഹാമ്പർ കണ്ടോ? നല്ല രസമല്ലേ? ഇതെല്ലാം ഇതാട്ടാ, ബുക്ക് പോലെ ഇരിക്കുന്ന ഹാമ്പറിന്റെ ഇതാ.
ഇത് നമ്മള് പ്രൊഡക്റ്റ് ഒക്കെ ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടി ലെൻസ് ഒക്കെ എടുത്തോണ്ട് പോവാണ്. ലെൻസ് ഒക്കെ എടുക്കും കേട്ടോ. ഭയങ്കരം തന്നെ. പിന്നെ കാണുന്നില്ലടി ഏ ഇത് എത്ര അടുത്താ കാണുന്നത്? ആണോ? ഇത് നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഷോയ്ക്ക് ഇങ്ങനെ വെച്ച് കാണിക്കാൻ, ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യാല്ലേ. ഇത് വേണം നമുക്ക് ഇങ്ങനെ കറക്കി കുത്തി അവിടത്തേക്ക് അയക്കാൻ പറ്റുമോ നോക്കാം. ടി കെ മാക്സിൽ ഇങ്ങനെ കൊറേ നല്ല നല്ല ഐറ്റംസ്. ആറന്മുള കണ്ണാടി അതാണ് ആറന്മുള കണ്ണാടി. അതൊന്നുമല്ല, വെറുതെ പറഞ്ഞ ഇതൊന്നും അല്ല. ഇതെങ്ങനെ നമ്മൾ ഇത് ഒരെണ്ണം എടുക്കും കേട്ടോ. ഇതിനകത്ത് ഒന്നില് വള, മാല, ബ്രേസ്ലെറ്റ് അങ്ങനെ അങ്ങനെ ഇട്ട് വെക്കാം. ഇട്ട് കൊണ്ടോളൂ. നമുക്ക് പെട്ടെന്നേ എടുക്കാനും ഇതിനൊക്കെ എളുപ്പമുണ്ട്. അതെ, മറ്റേതിനകത്ത് നമുക്ക് അല്ലാത്ത പാഴ്സലിന്റെ ഇത് മാത്രം വെച്ചാൽ മതി. അപ്പൊ ഞങ്ങളുടെ എന്ത് ബിസിനസ് ആണെന്നൊക്കെ അറിയണം നിങ്ങൾ ബാങ്ക് കയറി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നോക്കിട്ടോ. മിൻസ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും മിൻസ ബൈ അബി. 6 പാർസൽ അയക്കാൻ പോയി ഞങ്ങൾ ക്ഷീണിച്ചു. അപ്പൊ അതുകൊണ്ട് ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകുന്ന വിചാരിച്ചു. ലാഭം കിട്ടിയത് ഇവിടെ തീരും. ഇത് കാണുന്നവര് ഇങ്ങനെ പോയാൽ നിങ്ങൾ കുറെ ലാഭം ഉണ്ടാക്കും. ഇപ്പൊ ഇവിടെ ഓർഡർ ചെയ്തതിൽ തന്നെ നമുക്ക് കിട്ടിയ ലാഭവും നമ്മൾ മുടക്കിയ പൈസയും പോയിട്ടാ. പിന്നെ ഒരു സന്തോഷം. ഇല്ലല്ലേ, ഇതൊക്കെ ബിസിനസിന്റെ കൂട്ടും. കാരണം അതിനുവേണ്ടി ഇറങ്ങിയതാണല്ലോ. അങ്ങനെ ഇതേ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടാ. അന്നേരത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഇതുണ്ടാ അമ്മി വാ. ഡാഡി നിനക്ക് എന്തെല്ലോ കംപ്ലൈന്റ് പറയുവാണേ. ബുക്ക് തരില്ലേ? സാരിയില്ല, നമുക്ക് നാളെ പോയിട്ട് മേടിക്കാട്ടോ. ആമിക്കുട്ടിക്ക് എഗ്ഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും കടയിൽ പോകുമ്പോൾ എഗ്ഗ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മൾ മേടിച്ചു കൊടുക്കാറില്ല, കാരണം ഭയങ്കര പൈസയാണ്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ. അപ്പം നമ്മൾ എപ്പോഴും അവളെ നിരാശപ്പെടുത്താറാണ് പതിവ്. ഇത്തവണ അവളെ കാണാതെ നമ്മളൊരു എഗ്ഗ് മേടിച്ചു കേട്ടോ. അപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. കുറേ നാളായി ആമിക്കുട്ടിക്ക് സർപ്രൈസ് കൊടുത്തിട്ടേ. ആമി, സർപ്രൈസ് വേണോ? വേണോ? എന്നാ ഡാഡി കൊടുക്ക്. ഇതെന്റെ പുറകില് എന്താ നോക്കേ നോക്കേ ഇതാ നോക്കേ. ക്ഷമയില്ല കൊച്ചിന്. ഇഷ്ടായിരിക്കേ? ഇതെന്താണ് കൊഞ്ചുന്നിയാ? ഓപ്പണാക്കേ. ഇതെന്താ വാലൊക്കെ ഉണ്ടല്ലോ. ബണ്ണിയാണോ? ബണ്ണിയാണോ യൂണിക്കോൺ ആണോ? രണ്ടും കൂടിയതാണല്ലോ. ഓപ്പൺ ചെയ്യാം. ബണ്ണി യൂണിക്കോണോ? ഓഹോ, ഇതിനൊക്കെ എന്നാ പൈസയാണെന്നറിയാമോ? എന്ന് തുറക്കുമ്പോ എന്തേലും ഉണ്ടോ? അതൊട്ട് ഇല്ല. എന്താ ഉള്ളേ? നോക്കട്ടെ. ഇതിനകത്ത് ബാബിൾ യൂണിക്കോണോ? തുറക്കണ ഭയങ്കര പണിയാണല്ലോ. ഈസ്റ്റർ ആയതുകൊണ്ട് ഇനി ഫുൾ ഈസ്റ്റർ എഗിന്റെ കളികളായിരിക്കും അല്ലേ? ഓപ്പൺ ചെയ്യൂ. അതിന്റെ പാലത്. ഇതിന്റെ പാല് ഇവിടുന്ന് എടുക്കണം. അതിന്റെ പാലാ അതിന്റെ ഉള്ളിലിരിക്കണേ. ഇങ്ങനെ എടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ വലിച്ചത് കീറി പോവില്ലേ? എന്താ ഉള്ളത്? ലെറ്റർ ഉണ്ടോ അമ്മയ്ക്ക്? സ്റ്റിക്കർ ഉണ്ട്. ആമിക്ക് സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റിക്കർ ആമി ഒരു സ്റ്റിക്കർ ഫാനാണ്. എനിക്കത് പിള്ളേരെല്ലാരും സ്റ്റിക്കർ ആയിരിക്കും. ആമിയുടെ ഒരു മാല കാണിച്ചു കൊടുക്കണം. ഒരു മിനിറ്റ്. ഇത് നമ്മുടെ ഷോപ്പിലുള്ള മാലയാണ് കേട്ടാ. നമ്മുടെ മിൻസേലുണ്ട് കേട്ടോ ഈ ഒരു മാല. ഇപ്പൊ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റോക്കായി. ഇത് കേട്ടോ, ഇതിന്റെ പൈസ 400-500 രൂപ നാട്ടിലെ. ആ ഒരു ബണ്ണിക്കല്ലേ ഈ ഒരു ഇതിന്റെ പൈസ നാട്ടിലോ? 400 രൂപ കിട്ടും ഇപ്പൊ. ഇതിപ്പോ എന്താ ഓഫറിലുണ്ടായിരുന്നോണ്ടാണ്. അല്ലെങ്കിൽ ഈ സൈസ് ഉള്ളതിനൊക്കെ 8-9 പൗണ്ടൊക്കെയാ. സർപ്രൈസ് ഇഷ്ടായോ? എന്റെ നിന്റെ സാധനം എന്തേ? അത് കാണിച്ചതാ, എല്ലാരും കാണിച്ചു കൊടുക്കട്ടെ ഡാഡി. ഓ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. 2 ദിവസം ഉണ്ടാവും. അത് കഴിയുമ്പോ ഒറ്റ കൊടുക്കുന്നതാണ്. അതെ.
അങ്ങനെ ഇതേ ഞങ്ങൾ പോസ്റ്റൽ അയച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് ഐറ്റംസ്, നമ്മുടെ പ്രൊഡക്ട്സ് കുറച്ച് നമുക്കൊന്ന് സോർട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ വിചാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ. ഇപ്പം നമ്മളെ അടുത്ത് ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാം ബാംഗിൾസ് ആണ്. അപ്പോൾ ബാംഗിൾസിൻ്റെ ഒരു കുറച്ച് കളക്ഷൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു ബട്ടർഫ്ലൈ കഫ് ബാംഗിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്നുമല്ല, പക്ഷെ കയ്യിലിട്ട് കഴിയുമ്പോൾ ഇതിന് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇപ്പം ഇതുപോലത്തെ എത്നിക് വെയറിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം. അതല്ലാതെ ട്രെൻഡി ഔട്ട്ഫിറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബാംഗിളാണ് കേട്ടോ. ഇനി കുറച്ച് പേരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ബാംഗിൾസ് മതി, ഞങ്ങൾക്ക് ഒരുപാട് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് സിമ്പിൾ ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ മതി എന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ബാംഗിൾസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് സിമ്പിൾ ബാംഗിളാണ് കേട്ടോ. ഇത് നോക്കി. അപ്പോൾ സിംപ്ലിസിറ്റി അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ബാംഗിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ്, ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടെ ഇങ്ങനെ വാരിക്കുട്ടി കാണിക്കുന്നില്ല, എന്തായാലും കാണിക്കുന്നത് കണ്ടോ. ഇത് വേറൊരു ബാംഗിളാണ്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റിൽ വരുന്നതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ നിങ്ങൾ എടുത്തെടുത്ത് കാണിക്കുന്നതാണിത്. ഇത് കണ്ടോ, ഇത് നമുക്കൊരു മൾട്ടി കളറായിട്ട് വരുന്നൊരു ബാംഗിളാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിടാം. ഇത് കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ഇടാൻ പറ്റുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൈയുടെ സൈസ് ഓർത്തൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഈ ഒരു ബാംഗിളൊക്കെ ആണെങ്കിൽ 2.8 സൈസിലൊക്കെയാണ് അവൈലബിൾ ഉള്ളത്. അപ്പം എല്ലാവർക്കും നമുക്ക് സൈസ് നോക്കിയിട്ടേ മേടിക്കാനും ഇടാനും പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ബാംഗിൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു സൈസും ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിടുമ്പോൾ അതിൻ്റേതായ ഒരു ഗുണമുണ്ട് കേട്ടോ. അങ്ങനത്തെ പല ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഈ ഒരു മൾട്ടി കളറിൻ്റെ ഒരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട്, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമ്മളിങ്ങനെ സോർട്ട് ചെയ്ത് ഓരോരോ ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഓരോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മൾ നോക്കും കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നോക്കി, എത്ര പീസ് ഉണ്ടെന്നൊക്കെ നോക്കി, അങ്ങനെ നമ്മളിങ്ങനെ സോർട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ മൊത്തം നമ്മുടെ ഒരു ബിസിനസ് സംരംഭത്തിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം.